എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസികളെക്കുറിച്ച് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ രൂപത്തിൽ നമ്മൾ ഇന്നലെ ചെയ്തത്. ഷോർട്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ രൂപത്തിൽ ഇന്നലെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് സംശയങ്ങളുമായിട്ട് വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ബ്രോ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലേക്കല്ലാതെ പ്രൈവറ്റ് കമ്പനികളിലേക്ക്, വേറെ സാധാരണ രീതിയിലുള്ള കമ്പനികളിലേക്ക് വേക്കൻസികളൊന്നുമില്ലേ, അതുണ്ടെങ്കിൽ അറിയിക്കണമെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള 2 കമ്പനികളിലേക്ക് നമുക്ക് നിലവിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. കേരളത്തിൽ ജോലി ഒഴിവുകൾ കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒരുപാട് പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ വരുന്ന വേക്കൻസികൾ നമ്മൾ ഇനി മുതൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് 2 കമ്പനികളിലേക്കാണ് നിലവിൽ നമുക്ക് കേരളത്തിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ വേക്കൻസി വടകരയിലേക്കാണ്. ഇവിടെ ഫുഡും അക്കോമഡേഷനും കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാവർക്കും, ഏത് ജില്ലക്കാർക്കും ഇവിടെ അപേക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വെയർഹൗസ് മാനേജർ, സ്റ്റോക്ക് അനലിസ്റ്റ്, ബില്ലിംഗ് സ്റ്റാഫ്, ഡാറ്റ എൻട്രി സ്റ്റാഫ്, ഡ്രൈവർ, വെയർഹൗസ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. വേക്കൻസികൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. വെയർഹൗസ് മാനേജർ, സ്റ്റോക്ക് അനലിസ്റ്റ്, ബില്ലിംഗ് സ്റ്റാഫ്, ഡാറ്റ എൻട്രി സ്റ്റാഫ്, ഡ്രൈവർ, വെയർഹൗസ് ഹെൽപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു കമ്പനിയിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ എന്നൊരു കമ്പനിയിലേക്കാണ്, കോഴിക്കോട് ജില്ലയിലെ വടകരയിലുള്ള കമ്പനിയിലേക്കാണ് നിലവിൽ ഈ വേക്കൻസികളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. 40 വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സാലറി കാര്യങ്ങൾ കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. ചില വേക്കൻസികളിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും ചില വേക്കൻസികളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവരെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് തന്നെ കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. ഈ ഒരു ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ ഇതിലേക്ക് നോക്കുന്നത് ആ ഒരു ജോലി ഒന്ന് മെൻഷൻ ചെയ്യുക, അവരോട് ചോദിക്കുക. മറ്റു ഡീറ്റെയിൽസ്, ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും സാലറി കാര്യങ്ങൾ നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. മിക്കവാറും സാലറി കാര്യങ്ങൾ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നിങ്ങളുടെ എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുള്ള, ഇൻ്റർവ്യൂ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ശേഷമായിരിക്കും സാലറി കാര്യങ്ങൾ പറയുക. അപ്പോൾ ഈ ഒരു ജോലിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വേക്കൻസി തെക്കൻ കേരളത്തിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയത് വടക്കൻ കേരളത്തിലേക്കാണെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തെക്കൻ കേരളത്തിൽ വന്നിട്ടുള്ള ജോലി ഒഴിവിലേക്കാണ്. തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കുമാണ് ജോലി ഒഴിവുകളുള്ളത്. തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പുകളിൽ ഒന്നായിട്ടുള്ള ആലീസ് ജ്വല്ലറിയിലേക്ക് ജോലി ഒഴിവുകളുണ്ട്. സെയിൽസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ബില്ലിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ആലീസ് ജ്വല്ലറിയിലേക്ക് തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും ജോലി ഒഴിവുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ പള്ളക്കലിലേക്കും കൊല്ലം ജില്ലയിലെ കടക്കലിലേക്കുമാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്. നമുക്ക് എന്തൊക്കെ യോഗ്യതകളാണ് ഈ വേക്കൻസികളിലേക്ക് ആവശ്യമുള്ളത് എന്നൊന്ന് നോക്കാം. സെയിൽസ് മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും മിനിമം 5 വർഷത്തെ സെയിം ഫീൽഡ് എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് ജ്വല്ലറി മേഖലയിൽ സെയിൽസ് മാനേജറായിട്ട് മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ +2 യോഗ്യതയുള്ള ജ്വല്ലറി മേഖലയിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കൂടാതെ ജ്വല്ലറി മേഖലയിൽ 1 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും +2 അല്ലെങ്കിൽ ബിരുദം ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ജ്വല്ലറി ഫീൽഡിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജ്വല്ലറി ഫീൽഡിൽ മിനിമം 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബില്ലിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ജ്വല്ലറി മേഖലയിലോ അല്ലെങ്കിൽ മറ്റോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി. ഈ ഒരു വേക്കൻസിയിലേക്ക് എല്ലാം തന്നെ ഭക്ഷണവും താമസവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മികച്ച സാലറിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇൻ്റർവ്യൂ സമയത്ത് കമ്പനി ഡയറക്റ്റ് പറയുന്നതായിരിക്കും. വയസ്സ് കാര്യങ്ങളൊന്നും കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. ഫീമെയിൽസിനെയാണോ സ്ത്രീകളെയാണോ പുരുഷന്മാരെയാണോ ഇവിടെ പരിഗണിക്കുന്നതെന്നും കമ്പനി ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിനനുസരിച്ചായിരിക്കും നമ്മൾ കേരളത്തിലെ വേക്കൻസികൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക.